ഇറാൻ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറായേക്കുമെന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചകളായി നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ അതിലൊന്നും യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ പല റിപ്പോർട്ടുകളും ഒരാക്രമണം നടന്നേക്കുമെന്ന സൂചന നൽകുന്നു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരു ആക്രമണത്തിന് മുന്നോടിയായി സ്വീകരിക്കുന്ന നടപടികളാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതിൽ പ്രധാനം ഇറാനിലുള്ള പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിടാനുള്ള നിർദ്ദേശവും യാത്രാവിലക്കുകളുമാണ്. അമേരിക്ക, ഇന്ത്യ, കാനഡ, പാകിസ്ഥാൻ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് തങ്ങളുടെ പൗരന്മാർക്ക് ഇറാനിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കാർ ഉടനടി രാജ്യം വിടണമെന്നാണ് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് എംബസിയുടെ വിശദീകരണം. അതേസമയം ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളത്തിൽ നിന്ന് അമേരിക്കയും UK-യും അവരുടെ ചില അംഗങ്ങളെയും മാറ്റുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഖത്തറിലെ US എംബസി തങ്ങളുടെ ഉദ്യോഗസ്ഥരോട് കൂടുതൽ ജാഗ്രത പാലിക്കാനും അൽ ഉദൈദ് വിമാനത്താവളത്തിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരിമിതപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നീക്കം ഒരു മുൻകരുതൽ നടപടിയാണെന്നാണ് കരുതപ്പെടുന്നത്. 12 ദിന യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലെ US സൈനിക താവളമായിരുന്നു ഇറാൻ ആക്രമിച്ചത്. ഒപ്പം ഇറാനെ ആക്രമിച്ചാൽ മേഖലയിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ശക്തമായ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു. പുതിയ നീക്കത്തെയും ഇതോട് ചേർത്ത് വേണം വിലയിരുത്താൻ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരാക്രമണം മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ പൂർണ്ണമായും പ്രതിരോധ സന്നദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ സൈന്യം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ അവരുടെ മിസൈൽ ശേഖരം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും 12 ദിന യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങളെല്ലാം സമ്പൂർണ്ണമായി പുനഃക്രമീകരിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ അവരുടെ വ്യോമയാന പാതയും അടച്ചിരിക്കുകയാണ്. അതിനാൽ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ വഴിമാറിയാണ് സഞ്ചരിക്കുന്നത്. ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിയാകാം ഇത്തരമൊരു നടപടി ഇറാനും സ്വീകരിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിങ് ഓഫ് സയോൺ ഇസ്രായേൽ വ്യോമ മേഖലയിൽ നിന്ന് മാറ്റിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. നേരത്തെയും ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വിങ് ഓഫ് സയോൺ മാറ്റിയിട്ടുണ്ട്. ജൂൺ 13-ന് ഇറാനിയൻ ആണവ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച് മണിക്കൂറുകൾക്ക് പിന്നാലെ വിങ് ഓഫ് സയോൺ ബെൻ ഗൂരിയോൺ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നിരുന്നു. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസത്തെ നീക്കവും അക്രമ സാധ്യതയുടെ സൂചനയാണെന്ന ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം വിമാനം തിരികെ ഇസ്രായേലിൽ എത്തിയെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ജനുവരി 2 മുതൽ ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടായേക്കാമെന്ന് ആവർത്തിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നിലപാടിൽ ചെറിയ മയപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇറാനെതിരെ ഉടൻ സൈനിക നടപടി ഉണ്ടാകില്ലെന്ന സൂചനയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയത്. പ്രക്ഷോഭകരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാനുള്ള നടപടി ഇറാൻ നിർത്തിവെച്ചുവെന്ന അവകാശവാദവും ട്രംപ് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ആക്രമണത്തിനുള്ള സാധ്യത ഇപ്പോഴും ഇല്ലാതായിട്ടില്ല എന്നു തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.